അത് തരംതിരിക്കപ്പെടുകയാണ്. പരലോകത്ത് ജനങ്ങൾ 2-3 തരമുണ്ടാകും. ഒന്ന് റാബിഹൂന, നല്ല ലാഭം കൊയ്തെടുക്കുന്ന ആളുകൾ, റാബിഹീങ്ങൾ. മറ്റൊന്ന് ഖാസിറൂന, നഷ്ടകാരികൾ എന്ന് പറയാം. മറ്റൊന്ന് അഖ്സറൂന, ഏറ്റവും അധികം നഷ്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകൾ. ഇങ്ങനെയൊക്കെ തരംതിരിക്കപ്പെടുന്നുണ്ട്. അതിൽ റാബിഹൂന, റാബിഹൂന എന്ന് പറഞ്ഞാൽ ആരാണ്? റിബ്ഹ് എന്ന് പറഞ്ഞാൽ ലാഭം എന്നാണ്. റിബ്ഹ്, റാബിഹ് എന്ന് പറഞ്ഞാൽ നല്ല ലാഭം നേടിയ ആൾക്കാർ. അവരുടെ ജീവിതത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായ തൗഫീഖ് ലഭ്യമായതുകൊണ്ട് ജീവിതത്തിൽ നിന്നവർ മരണപ്പെട്ടു പോയത് ശിക്ഷകൾക്കൊന്നും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടാവുന്ന നിലക്കുള്ള പാപങ്ങളൊന്നും ഇല്ലാതെ മരിച്ചു പോകാൻ കഴിഞ്ഞ ആളുകളാണ്. അവിടെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ പാപങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പാപങ്ങൾ സംഭവിച്ചാൽ അവർ ഉടനെ തൗബ ചെയ്തിട്ടുണ്ടാകും. ആത്മാർത്ഥമായ തൗബയിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സ്വീകാര്യരായിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ബാധിച്ചിട്ടുള്ള ജീവിതത്തിലെ പരീക്ഷണങ്ങൾ കാരണത്താൽ, മുസീബത്തുകൾ കാരണത്താൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കും തൗബയിലൂടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുസീബത്തുകൾ, ആഫാത്ത്, മുസീബത്തുകൾ മുഖേന മനുഷ്യൻ്റെ പാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊറുക്കപ്പെടുന്നുണ്ട്. ഒരു രോഗം ഉണ്ടായാൽ അതിലൂടെ ഒരു വിശ്വാസി ക്ഷമിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കൊഴിഞ്ഞു വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ. പനി പിടിച്ച ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, പനിയായതുകൊണ്ട് വിഷമിക്കണ്ട, അതിന് നീ ചീത്ത പറയരുത്, ഇതിൻ്റെ പാപങ്ങൾക്കത് പരിഹാരമാണ്. ഏത് രോഗങ്ങളും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അയാളിലുള്ള പാപങ്ങളെയെല്ലാം ക്ഷീണിപ്പിക്കുന്ന നിലക്ക് അയാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹാഭാഗ്യവാന്മാരായി മരണപ്പെടാൻ സാധിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവിയും കിട്ടും.